ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാഷ്ട്രീയം അത് വേറെ ഒരു ലെവലാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമുള്ള ഒരു തരം പ്രീണന നയവും രാജ്യത്തിന്റെ വികസനം, ഓരോ വ്യക്തികളെയും കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ, വെട്ടമായാലും വഴിയായാലും വെള്ളമായാലും എന്നു വേണ്ട സകലമാന ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകുന്ന ഒരു സീസണാണ് ഈ തെരഞ്ഞെടുപ്പ്. റോഡുകൾ നന്നാക്കുക, പിന്നെ ഇവര് പറയുന്നത് പോലെ തന്നെ പൊതുജനം കഴുതകളായതുകൊണ്ട് വീണ്ടും ഇവരെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാര കസേരയിലിരുത്തും. ഇവര് നമ്മുടെ കാല് പിടിക്കാൻ വരും വോട്ടിന് വേണ്ടി. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും ഇവരുടെ കാല് പിടിക്കാൻ. അതാണ് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഇനി പെട്ടെന്നൊന്നും അത്തരം രീതികൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. കാരണം അത്ര പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാടല്ലല്ലോ നമ്മുടെ നാട്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ഹിന്ദുക്കളെ സുഖിപ്പിക്കുക ഹിന്ദു മെജോറിറ്റി മേഖലകളിൽ ചെന്നിട്ട്, മുസ്ലിങ്ങളെ സുഖിപ്പിക്കുക മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ചെന്നിട്ട്, ക്രിസ്ത്യാനികൾ കൂടുതലുള്ളിടത്ത് അങ്ങനെ നമ്മുടെ ഒരു അലക്സാണ്ടർ ജേക്കബിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു തന്ത്രം എടുക്കുവാണെങ്കിൽ നമ്മളെ ആരാണോ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്, ആരാണോ നമ്മളെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുന്നത്, മാക്സിമം അവർക്ക് അനുകൂലമായി സംസാരിക്കുക. അതിനെ മതവിഭാഗമായിരുന്നാലും രാഷ്ട്രീയ വിഭാഗമായിരുന്നാലും ശരി. അതുപോലെയാണ് ഇന്ന് രാഷ്ട്രീയക്കാരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, മദ്രസയ്ക്ക് വേണ്ടുവോളം ഫണ്ട് നൽകുന്ന ഒരു രീതി എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്നതുപോലെ കേരളത്തിനുമുണ്ട്. മദ്രസ ഉസ്താദുമാർക്കു മാത്രം മക്കളെ കെട്ടിക്കാനുണ്ട്, അവരിൽ മാത്രം വിധവകൾ, അവരുടെ മക്കൾക്കു മാത്രം പഠന സൗകര്യങ്ങൾ, അവരുടെ മക്കൾക്കു മാത്രം വിവാഹങ്ങൾ, വീടുകൾ, ആശ്രിത പെൻഷനുകൾ, മരണാനന്തര സഹായങ്ങൾ, ഇതെല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉള്ളതാണ് ഇതെല്ലാം. പക്ഷേ ഇസ്ലാം മത വിഭാഗത്തിനു മാത്രമായി പ്രത്യേകമായ ചില പരിഗണനകൾ നൽകി വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇമാമുമാർക്ക്, മൊല്ലമാർക്ക്, മൗലാനമാർക്ക് ശമ്പളം, പൂജാരിമാരും പാസ്റ്റർമാരും ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇസ്ലാം മതത്തെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. കാരണം പാകിസ്ഥാൻ ഭാഗിച്ചു പോയതുപോലെ ഇനി ഒരിക്കൽ കൂടി ഭാഗിക്കാൻ, ഞങ്ങൾക്ക് മാത്രമായ ഒരു രാജ്യം വേണമെന്ന് പറയാനുള്ള അംഗബലം കൂട്ടണ്ടേ, തലയെണ്ണണ്ടേ? എങ്ങനെ നോക്കിയാലും ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നനഞ്ഞടം കുഴിക്കാനല്ലേ എളുപ്പം എന്ന് പറയുന്നത് പോലെ ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ പൂജാരി ഗ്രന്ഥി സമ്മാൻ രാശി സ്കീമിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്ത് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തോൽക്കുമെന്ന് കരുതുന്ന സമയത്തു മാത്രമാണ് ശ്രീരാമനെ ആം ആദ്മിക്ക് ഓർമ്മ വരുന്നത് എന്നായിരുന്നു വിമർശനം ഉയർന്നു വന്നത്. തോൽക്കുമെന്ന് കണ്ടാൽ ഉടനെ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ, ഹിന്ദുക്കൾക്ക് ആനുകൂല്യങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് ആനുകൂല്യങ്ങൾ, പിന്നെ മതമില്ലാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രസ്ഥാനമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ പ്രത്യേകിച്ച് എവിടെയും പരിഗണിച്ച് കാണാറില്ല. ഏതാണ്ട് ഈ മതവിശ്വാസികളാണ് എന്ന് പറയുന്നതിൽ തന്നെ 80% ആളുകളും മതരഹിതരാണ് എന്നതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. അവരത് പുറത്തു പറയുന്നില്ല. കാരണം കാപഠ്യമുള്ള ആളുകളെ പേറാനാണ് നമ്മുടെ സമൂഹത്തിന് ഏറെ താല്പര്യം. ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും സിഖ് ഗുരുദ്വാരകളിലെ ഗ്രന്ഥിമാർക്കും മാസം 18,000 രൂപ വീതം നൽകും എന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് BJPയുടെ പരിഹാസം. പള്ളികളിൽ, അതായത് മദ്രസകളിൽ, മസ്ജിദുകളിലൊക്കെ അതിനെ സേവിക്കുന്ന മൗലാനമാരും മൊല്ലമാരും കാളിമാരും മുഅദ്ദിൻമാർ ഒക്കെ ഉള്ളതുപോലെ തന്നെ അമ്പലത്തിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നിലവിലുണ്ട്. ഇനിയും മതം നിലനിൽക്കുന്നിടത്തോളം കാലം, മതവിശ്വാസികൾ നിലനിൽക്കുന്നിടത്തോളം കാലം ആ രീതി മുന്നോട്ട് പോകുക തന്നെയുള്ളൂ. അതുപോലെ ചർച്ചുകൾക്കുമുണ്ട്. ഗുരുദ്വാരകളിലെ ഗ്രന്ഥിമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്.
അവരിപ്പോഴും കൃത്യമായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ആദ്യം AAP പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലെത്തിയ സമയത്തും ഇതേപോലെ തന്നെ ഇതേ രീതികളിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള സേവകരുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഒരിക്കൽ കൂടി ഞങ്ങളെ അധികാരത്തിലേറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ നൽകാമെന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. ഇതാദ്യമായിട്ടാണ് മതപുരോഹിതന്മാർക്കു വേണ്ടി രാജ്യത്ത് ഇത്തരം ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു കെജ്രിവാൾ പൂജാരി ഗ്രന്ഥി സമ്മാൻ രാശി സ്കീം പ്രഖ്യാപിച്ചത്. മൗലാനമാർക്കും ഇമാമുമാർക്കും ശമ്പളം നൽകിയതിനെതിരെ ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതോടുകൂടി ഹിന്ദുക്കളെയും കൂടി ഒന്ന് സുഖിപ്പിക്കാം എന്ന് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കുകയായിരുന്നു. കാരണം എന്തായിരുന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ജയിൽവാസമുണ്ടായി, വാദങ്ങളും വിവാദങ്ങളും ഉണ്ടായി, പ്രതിവാദങ്ങൾ ഉണ്ടായി, ന്യായീകരണങ്ങൾ ഉണ്ടായി, വിമർശനങ്ങൾ ഉണ്ടായി, ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ എന്തായിരുന്നാലും മൗലമാർക്ക് ശമ്പളം കൊടുത്ത് നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് ഹിന്ദുക്കളെ കയ്യിലെടുക്കുകയാണ്. ഇത്തവണ അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് വേണം അടുത്ത തവണ ഇതുപോലെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഘടനയുണ്ടാക്കി, അവർക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കി ഒരു തവണ കൂടി ഞങ്ങളെ അധികാരത്തിലേറ്റി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് കൂടി നമ്മൾ 18,000 അല്ല 36,000 രൂപ വേണമെങ്കിലും മാസം കൊടുക്കാം. ആരുടെ കയ്യേ കാലേ പിടിച്ചിട്ടായിരുന്നാലും വേണ്ടില്ല, അധികാര കസേരയിൽ ഒന്ന് കയറി കിട്ടിയാൽ മതി. ആരും അങ്ങനെയാണല്ലോ. അവരെ അധികാരത്തിൽ ഇരുത്തണം. അത് കഴിഞ്ഞാലാണ് അവരേത് രൂപത്തിലായിരിക്കും ആ അധികാര കസേര വിനിയോഗിക്കുന്നതെന്നും അവരുടെ കഴിവും മികവും പ്രവർത്തിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റും. പണ്ഡിറ്റുകൾക്ക് പണം നൽകാതെ ഇമാമുമാർക്കും മൊല്ലമാർക്കും മാത്രം പണം നൽകിയത് എന്തിനാണ് എന്ന് കെജ്രിവാൾ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. കാരണം ആ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പൂജാരിമാർക്ക് ഹോണറേറിയം പ്രഖ്യാപിച്ച് AAP രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് BJP വർഷങ്ങളായി ഉയർത്തുന്ന ആവശ്യമായിരുന്നു. 2013 മുതൽ അവർ മൗലവിമാർക്ക് ശമ്പളം നൽകാൻ തുടങ്ങിയിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് വീരേന്ദ്ര സച്ദേവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതുവരെ 88,30,90,000 രൂപയാണ് പള്ളികളിലെ ഇമാമുമാർക്ക് നൽകിയത്. ഞങ്ങളെ എന്തുകൊണ്ട് ഓർത്തില്ല എന്ന് ക്ഷേത്രത്തിലെ പൂജാരിമാർ അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കും. അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയണമെങ്കിൽ ഇനിയെങ്കിലും ആ ഒരു ഫണ്ട് പ്രഖ്യാപിക്കണ്ടേ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കാൽ കീഴിലെ മണ്ണ് ചോർന്നു പോകുമോ, അധികാര കസേര നഷ്ടപ്പെടുമോ എന്ന് കാണുമ്പോൾ മാത്രം പെട്ടെന്ന് ശ്രീരാമനെ ഓർമ്മ വന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ എന്ന് സച്ദേവ കൂട്ടിച്ചേർത്തു. പൂജാരിമാരുടെയും ഗ്രന്ഥിമാരുടെയും രജിസ്ട്രേഷനിൽ ഇടപെടരുത് എന്ന് കെജ്രിവാൾ നേരത്തെ തന്നെ BJPയോട് ആവശ്യപ്പെട്ടിരുന്നു. ദൈവകോപത്തിനിടയാക്കുമെന്നായിരുന്നു കാരണം പറഞ്ഞത്. സർക്കാർ ഫണ്ടിലെ അപര്യാപ്തത പദ്ധതിയെ ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഹോണറേറിയം ലഭിക്കുന്ന മൊത്തം പുരോഹിതന്മാരുടെ കണക്ക് പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും ഓണറേറിയം രജിസ്ട്രേഷൻ നടക്കും. ഇതിനായി AAP ആം ആദ്മി പാർട്ടി MLA-മാരും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും മുന്നിട്ടിറങ്ങുമെന്നും കെജ്രിവാൾ അറിയിച്ചിരുന്നു. ഇത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം മതപ്രീണനം നടത്തുന്ന മതേതര രാജ്യത്തെ കോമാളികൾ എന്നിവരെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം മതത്തിൽ നിന്നും വിഭിന്നമായ ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് അധികാരം കിട്ടണമെങ്കിൽ എല്ലാ മതത്തെയും പ്രീണിപ്പിച്ചു നിർത്തിയേ മതിയാകൂ എന്ന് വീണ്ടും കെജ്രിവാൾ തെളിയിച്ചിരിക്കുന്നു. നന്ദി.